കാസർഗോഡ് 16കാരന് പണം നൽകി ലൈംഗിക അതിക്രമം നടത്തിയ 16 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയക്കാരുണ്ട്, അതുപോലെ റെയിൽവേ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്ങനെ പലരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ദുരുപയോഗത്തിൻ്റെ ഒരു പ്രധാന മാധ്യമം എന്ന് പറയുന്നത് ഒരു ഗേ ഡേറ്റിംഗ് ആപ്പാണ്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായി ഈ ഒരു ആപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഒരു കുറ്റകൃത്യമാണ്. ഇത് 16 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ 16ഓളം ആളുകൾ, ഇതുവരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത്, 16ഓളം ആളുകൾ ചേർന്ന് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു. ഇവർ പരിചയപ്പെടാൻ ഉപയോഗിച്ച മാധ്യമം എന്ന് പറയുന്നത് ഒരു ഗേ ഡേറ്റിംഗ് ആപ്പാണ്. അതിൻ്റെ പേരും കൂടി പറയാം, ഗ്രൈൻഡർ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇതും ഈ സമാനമായിട്ടുള്ള ആപ്പ് കൊണ്ട് കഴിഞ്ഞ ഇടയ്ക്കാണ് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്തുള്ള സുമതി വളവിൽ വെഞ്ഞാറമൂട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോവുകയും ഇയാളുടെ 3 പവനോളം വരുന്ന മാല കൈക്കലാക്കുകയും ഇയാളെ സുമതി വളവിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനും കാരണം ഈ ഗ്രിൻഡർ എന്ന് പറയുന്ന ഈ ആപ്പായിരുന്നു. ഈ ആപ്പിൻ്റെ ഇത്തരത്തിലുള്ള ആപ്പുകൾ കുട്ടികളെ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സൈബർ ഇടത്തിൽ കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആപ്പുകൾക്ക് മുൻപ് കേന്ദ്ര സർക്കാർ പല വിധത്തിലുള്ള ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ സമാന സ്വഭാവമുള്ള ധാരാളം ആപ്പുകളുണ്ട്. ഇതൊരു കടലാണ്. ഈ കടലിലെ ഏതാനും മീനുകളെ മാത്രമേ നമുക്ക് വലയിട്ട് പിടിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ അത് വളരെ വിശാലമായിട്ടൊരു ലോകമാണ്. ആ ലോകത്ത് നിന്ന് ഈ കുട്ടികളെ അടക്കം മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു പേരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അതിൽ വീഴ്ച വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. ഇത് 16 വയസ്സുകാരനെ ഇത്തരത്തിൽ 16ഓളം ആളുകൾ പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത് പോലീസ് തന്നെ രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിച്ചിരുന്ന ഒരു കേസാണ്. കാരണം ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകരുത് എന്ന ഉദ്ദേശത്തോടെ, അല്ലെങ്കിൽ തന്നെ ഈ പോക്സോ കേസിൽ അധികം ഡീറ്റെയിൽസ് ഈ പരാതിക്കാരൻ്റെയും അല്ലെങ്കിൽ ഇരയുടെ ഒരു ഐഡൻറ്റിറ്റി പുറത്താകുമെന്ന് ഒരു കൺസേണിൽ ഇത്തരത്തിലുള്ള കേസുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തു പറയാറില്ല. അങ്ങനെ ഇതിന് കാരണമെന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈ 16 വയസ്സുകാരൻ്റെ വീട്ടിലേക്ക് വീട്ടുകാർക്ക് അപരിചിതനായ ഒരു യുവാവ് കടന്നു വരുന്നു. ഇയാൾ വീട്ടിൽ ആരുമില്ല എന്ന് പ്രതീക്ഷിച്ചാണ് ഈ 16 വയസ്സുകാരനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഇയാൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ 16 വയസ്സുകാരൻ്റെ മാതാവിനെ യാദൃച്ഛികമായിട്ട് കാണുന്നു. അങ്ങനെ പെട്ടെന്ന് പരിഭ്രാന്തനായ യുവാവ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. തുടർന്ന് മാതാവ് ഈ കുട്ടിയോട്, 16 വയസ്സുകാരനായ വിദ്യാർത്ഥിയോട് ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്, ഇയാൾ ആരാണ്, എന്തിനാണ് നിന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. തുടർന്ന് മാതാവ് ഈ കുട്ടിയുടെ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അങ്ങനെ ഈ ഫോണിൽ കാണുന്ന അസാധാരണമായ കാര്യങ്ങൾ തുടർന്ന് ഈ കുട്ടിയെ ചൈൽഡ് ലൈനിന് മുന്നിൽ ഹാജരാക്കി. ചൈൽഡ് ലൈനിൽ ഒരു വിശാലമായിട്ടൊരു കൗൺസിലിംഗ് ഏർപ്പെടുത്തിയപ്പോൾ ഈ കുട്ടി എല്ലാം തുറന്നു പറയാൻ തയ്യാറായി. അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ഫോണിലെ ഗൂഗിൾ പേ അടക്കമുള്ള UPI പണമിടപാട് സംവിധാനങ്ങൾ കൂടി പരിശോധിച്ചപ്പോൾ ഇത് പണം നൽകിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ കുട്ടിയെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നത്. ഇതും ഈ ഗ്രിൻഡർ എന്ന് പറയുന്ന ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടതിന് ശേഷം, ഇത് ഗ്രിൻഡർ എന്ന് പറയുന്ന ഡേറ്റിംഗ് ആപ്പ് സമാന രീതിയിലുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ ഒരു ലോകമാണ്. ഇത് 5 കോടിയോളം വരിക്കാരുള്ള ഒരു ആപ്പാണ്. അമേരിക്കൻ കമ്പനിയായ ഗ്രിൻഡറിൻ്റെ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലുമൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഈ ആപ്പിൽ ഈ 16 വയസ്സുകാരനായ ഈ വിദ്യാർത്ഥി എങ്ങനെയാണ് അക്കൗണ്ട് തുറന്നത്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകൾ, ഗേ ഡേറ്റിംഗ് ആപ്പുകൾ, അതിപ്പോൾ അത്തരത്തിലുള്ള ആപ്പുകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അതിനകത്തൊരു ഒരു പ്രായപരിധി ഉണ്ട് അതിനകത്ത് ഒരു പുതുതായിട്ടുള്ളൊരു അക്കൗണ്ട് എടുക്കാൻ. എന്നാൽ ഇതിനകത്ത് നമുക്ക് KYCയോ മറ്റൊരു മാർഗമോ ഇതിനകത്ത് നമ്മുടെ പ്രായപരിധി തെളിയിക്കുന്നതിനായിട്ട് കൊടുക്കേണ്ട എന്നതാണ് ഈ കുട്ടികളെ അടക്കം ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് മാനുവലായിട്ട് തന്നെ നമുക്ക് എത്ര വയസ്സായി എന്ന് രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് നമ്മൾ പറയുകയാണ്, ഒരു 16 വയസ്സുകാരൻ പറയുകയാണ് അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു 10 വർഷം പുറകോട്ട് വെച്ചാൽ ഇയാൾക്ക് 18 വയസ്സായി എന്ന് ആപ്പിൽ കാണിക്കാം. അങ്ങനെ ആപ്പിൽ അംഗത്വം എടുക്കാം. അങ്ങനെ ആപ്പിൽ അംഗത്വം എടുത്ത് ഒരു ഫോട്ടോ കൊടുത്താലും ഇല്ലെങ്കിലും അതിനകത്ത് അംഗത്വമായി. തുടർന്ന് ഇയാളുടെ പ്രായം, അങ്ങനെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ സമാന സ്വഭാവമുള്ള ഈ ക്യൂർ മനുഷ്യർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ. അതിൻ്റെ ഒരു ആശയം വളരെ നല്ലതാണ്. നമ്മുടെ പൊതുസമൂഹം എത്രത്തോളം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ക്യൂർ മനുഷ്യരെ അംഗീകരിക്കാൻ ഒരു പരിധിവരെ നമ്മുടെ സമൂഹം തയ്യാറാകുന്നില്ല. ഇപ്പോൾ അതിന് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സുഹൃത്തിനെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ പരസ്പരം ഒരു പങ്കാളിയെ കണ്ടെത്താനും ഒക്കെ ഇത്തരത്തിലുള്ള ആപ്പുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആശയം നല്ലതാണ്, പക്ഷേ ഇതിലൂടെ ഇത്തരത്തിലുള്ള ധാരാളം ദുരുപയോഗം നടക്കുന്നു എന്നത് വാസ്തവമാണ്. ഈ കുട്ടികൾ
കുട്ടികളടങ്ങിയ കുറ്റകൃത്യങ്ങൾ, അതോടൊപ്പം തന്നെ ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതുവഴി നടക്കുന്നു എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിശാലമായി ഈ കുട്ടിയെ ചൈൽഡ് ലൈന് മുന്നിൽ ഹാജരാക്കി ഇത്ര വലിയ ഒരു പണം വാങ്ങി ഇത്രയധികം പേർ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നു എന്നറിയുമ്പോഴാണ് ഈ സംഭവത്തിൻ്റെ വ്യാപ്തി പോലീസിന് പോലും മനസ്സിലാകുന്നത്. ചന്ദേര പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് ഈ കേസിൻ്റെ ഒരു FIR ഇടുന്നത്. അതിനുശേഷം നീലേശ്വരം, ബേക്കൽ തുടങ്ങി പയ്യന്നൂർ, അതുപോലെ തന്നെ ജില്ലയ്ക്ക് പുറത്തേക്ക് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ എളമക്കര വരെ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 15ഓളം കേസുകൾ ഈ ഒരു സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ കുട്ടിയെ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടതിന് ശേഷം ഈ ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ UPI ഇടപാട് വഴി പണം നൽകി ഈ കുട്ടിയെ എറണാകുളത്തും അതുപോലെ തന്നെ കോഴിക്കോടും കണ്ണൂരും ഒക്കെ കൊണ്ടുപോയി സമാന രീതിയിൽ ഈ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ പറയും, ഈ 16 വയസ്സുകാരൻ പോയിട്ടല്ലേ, അല്ലെങ്കിൽ അവൻ്റെ കൺസെൻറ്റോടെ കൂടിയല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോയതെന്ന് പറയും. പക്ഷേ വിത്ത് ഓർ വിത്തൗട്ട് കൺസെൻറ്റ് ലീഗലി 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരു കുട്ടി, ആ കുട്ടിയുടെ കൺസെൻറ്റോടെയും അല്ലാതെയും പോകുന്നത് ഇന്ത്യൻ നിയമത്തിൻ്റെ പരിധിയിൽ അതൊരു കുറ്റകൃത്യം തന്നെയാണ്. ഇങ്ങനെ ഇപ്പോൾ തന്നെ ഏകദേശം 10ഓളം ആളുകളാണ് ഈ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലക്കാരായ നിരവധി ആളുകൾ, 10ഓളം ആളുകൾ, അവരൊക്കെ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. ബേക്കൽ AEO സൈനുദ്ദീൻ, അതോടൊപ്പം തന്നെ സിറാജുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പ്രാദേശിക നേതാവാണ്. ഇദ്ദേഹത്തിൻ്റെ വീട് തൃക്കരിപ്പൂരാണ്. അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ, അവരുടെ പേര് ചിത്രരാജ്, കുഞ്ഞഹമ്മദ്, അഫ്സൽ, റയീസ്, സുകേഷ്, ഷിജിത്ത് തുടങ്ങി നിരവധി ആളുകൾ. ഇതിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ. അത്തരത്തിൽ നിരവധി ആളുകൾ ഈ കുറ്റകൃത്യത്തിൽ പ്രായഭേദമന്യേ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ സംഗതി. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളതും ഈ പേരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ കുട്ടികൾ ഇന്നത്തെ ലോകത്ത്, ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതിന് പരിമിതികളില്ല. അപ്പോൾ ഇത്തരം ചതിക്കുഴികളിലേക്ക് കുട്ടികൾ വീഴാതെ അവരെ പിടിച്ചു നിർത്തേണ്ടത് ഒരു പേരൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ഇപ്പോൾ ഗൂഗിളിൽ തന്നെ ഈ ആപ്പ് സ്റ്റോറിൽ, പ്ലേ സ്റ്റോറിലും ഇത്തരത്തിലുള്ള ആപ്പുകൾ നിറയുമ്പോൾ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ ഒരു ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന എന്തോ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ ഈ കുട്ടികൾ 18 വയസ്സിന് ശേഷം അവരെന്തോ ചെയ്തോട്ടെ, അതിന് മുൻപുള്ള പ്രായപരിധിയിൽ ഇവരുടെ ഫോണിൽ, ഇപ്പോൾ പൊതുവെ കുട്ടികളെ വളർത്തുന്നത് ഭക്ഷണം കഴിക്കാൻ മടിയാണ്, ഒരു ഫോൺ കൊടുത്താൽ ആ കുട്ടി ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമല്ല. പക്ഷേ ഇത് പരിധി വിട്ട് അവരുടേതായൊരു ലോകത്തേക്ക് ചുരുങ്ങുമ്പോൾ ഇതൊരു ബിഹേവിയറിൽ ഉണ്ടാവുന്ന മാറ്റം, ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആപ്പുകളിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിനകത്ത് എന്താണെന്നറിയാനുള്ളൊരു കൗതുകം കൊണ്ട് പോയി കയറുന്നു. പിന്നീട് അതുവഴി വരുന്ന ചതിക്കുഴികൾ, പുറത്തേക്ക് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് സൈബർ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തേക്കൊരു ചൂണ്ടയിടാൻ ധാരാളം ആളുകളുണ്ടാകും. അത്തരത്തിൽ വരുന്നൊരു ഹായ് മെസ്സേജിന് റിപ്ലൈ അയച്ച് അവിടെ ഒരു കുശല സംഭാഷണമായി, തുടർന്ന് അയാളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കുന്നു. അങ്ങനെ തൻ്റെ ഒരു ജീവിത അവസ്ഥ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വലയിലേക്ക് ചാടിച്ചതിന് ശേഷം പിന്നീട് ഇവർക്കിതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ബേക്കൽ AEO സൈനുദ്ദീൻ എത്രത്തോളം ഈ കുട്ടികളിൽ അടങ്ങുന്ന ഒരു സ്കൂളടക്കം കൈകാര്യം ചെയ്യുന്ന അധ്യാപകൻ, ഒരു ഉപജില്ലയടക്കം കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ കേസിൽ, പോക്സോ കേസിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഗുരുതരവുമായാണ് പോലീസ് തന്നെ കണക്കാക്കുന്നത്. അങ്ങനെയാണ് ഇത് വളരെ ഗുരുതരമായൊരു കുറ്റകൃത്യമാണെന്ന് കണക്കാക്കിക്കൊണ്ട് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള വിജയ് ഭരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം, അത് നമ്മുടെ കാഞ്ഞങ്ങാട് DYSP PK സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കാൻ പോലീസ് വിജയ് ഭരത് റെഡ്ഡി IPSൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇത്തരത്തിലൊരു സംഘം രൂപീകരിച്ച് വിശദമായ അന്വേഷണമാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് ചന്ദേര, നീലേശ്വരം, ചിറ്റാരിക്കൽ, വെള്ളരിക്കുണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലെ CIമാരടങ്ങുന്ന വലിയൊരു അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേസ് കുറച്ച് ദിവസങ്ങളായി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട്, എന്നാൽ അത് രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിച്ചു വരികയായിരുന്നു. എന്നാൽ പിന്നീട് ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് അങ്ങനെ രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിച്ചു. എന്നാൽ ഈ കേസിൽ ഉൾപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ തൃക്കരിപ്പൂർ പ്രദേശത്തെ ഒരു പ്രാദേശിക നേതാവായിട്ടുള്ള സിറാജുദ്ദീൻ ഒളിവിൽ പോയി അയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നുണ്ടെന്നാണ് വിവരം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാനാണ് പോലീസ് ഈ കേസ് രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിച്ചത്. എന്തായാലും കുട്ടികളെ 18 വയസ്സ് വരെയെങ്കിലും തീർച്ചയായും
രക്ഷിതാക്കളാണ് നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടത്. അവരുടെ ഫോൺ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ പ്രൈവസിയാണ് എന്ന് പറയും. പക്ഷേ അതിനെല്ലാം അപ്പുറം കുട്ടികൾ വഴിതെറ്റി പോകുമ്പോൾ ഇന്നത്തെ കാലം അതാണ്. അപ്പോൾ അതിനനുസരിച്ച് മാതാപിതാക്കളും രക്ഷിതാക്കൾ കൃത്യമായ മുൻകരുതൽ സ്വീകരിച്ചേ പറ്റൂ. കുട്ടികളെ അടുത്തിരുത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിയാനും അതിൽ പരിഹാരമുണ്ടെങ്കിൽ, തീർച്ചയായും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല, അപ്പോൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ഒരു പേരൻറ്റ്, നല്ല രക്ഷിതാവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ശരി.